ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇരുട്ട് കണ്ടിട്ട് ഒരുപാട് രാത്രിയായി എന്നൊന്നും വിചാരിക്കേണ്ട. സമയം 6:15 ആയിട്ടില്ലൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 6 മണിയാകുമ്പോഴേക്ക് തന്നെ ഇരുട്ടായിട്ടുണ്ട്. ഇന്ന് സനിചേട്ടൻ വരുന്നത് തളിപ്പറമ്പ് വഴിയാണ്. അപ്പോൾ ആടെ ഒരു ചെറിയ മേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ പൈസക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ എന്നോട് പറഞ്ഞു ഏതായാലും ഞാൻ ആ വഴി വരുന്നുണ്ട്, എന്നാൽ കയറാം, നമ്മൾ ഒരു ദിവസം പിന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. പക്ഷേ ആ വഴി വരുമ്പം കയറിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എന്തെല്ലാം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരറിവുമില്ല. അപ്പം നമ്മൾ കുറച്ച് ആകാംക്ഷയോടെ ഒന്ന് കാത്തിക്കുകയാണ്. മക്കൾക്ക് പിന്നെ ഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടാവുന്നില്ല പ്രതീക്ഷയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അച്ചൂട്ടൻ പിന്നെ അച്ഛൻ വരുമ്പം എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓൻ നിൽക്കുന്നത്. അപ്പം നച്ചൂന് ബുക്ക് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതാ ഓളോളം ബുക്കും കാര്യങ്ങളും എടുത്തു. ഓൻ പിന്നെ അച്ഛൻ കൊണ്ടുവന്നതിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നുള്ളത് തപ്പ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് മൊത്തം ഒന്ന് പൊളിച്ച് കാണുന്നത് വരെ എനിക്കും സമാധാനമില്ല, മക്കൾക്കും സമാധാനമില്ല. എന്തെല്ലാം വാങ്ങിയെന്നില്ല ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം നമുക്ക് അകത്ത് പോയിട്ട് ഇതൊന്ന് പൊളിച്ച് നോക്കാം. എന്നെ കൂട്ടാണ്ട് പോയ പരിഭവം ഞാൻ എന്തായാലും കാണിക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഖം തിരിച്ച് അതിൻ്റെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് അറിയത്തിരുന്നിട്ട് ഞാനിതൊന്നും തൊടൂല നോക്കൂല എന്നുള്ള രീതിയിൽ. അപ്പം എന്നെയും കൂട്ടിയിട്ട് പോയാൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിക്കും. അറിയാമല്ലോ, നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മളെപ്പോലെ എന്തായാലും ഇവർക്ക് അറിയാൻ പറ്റൂല. അപ്പോൾ ഞാൻ പോകുമ്പം ഒരുപാട് സാധനം എടുക്കും. അപ്പോൾ വിചാരിച്ച ബഡ്ജറ്റിലൊന്നും ഒതുങ്ങൂല. അതുകൊണ്ടാണ് നിന്നെ കൂട്ടാണ്ട് പോയിനി എന്നുള്ളത് വന്ന ഉടനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും ഇതെല്ലാം തുറന്നു നോക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. മുഞ്ചും വിചാരിച്ചിരുന്നാൽ ഞാനവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അച്ചൂട്ടിന് വേണ്ട ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റാണ് മാൽക്കീസിൻ്റെ ബിസ്ക്കറ്റ്. അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഓന്. മക്കൾക്ക് വേണ്ടത് വേഗം എടുത്തു കൊടുത്തിട്ട് അവരെ അങ്ങ് ഒഴിവാക്കി. ഇനി സനിചേട്ടൻ കൊണ്ടുവന്നിട്ടില്ല സാധനങ്ങൾ എന്തെല്ലാമെന്നുള്ളതൊന്ന് നോക്കണം, എന്നാലേ എനിക്ക് സമാധാനമില്ലൂ. അപ്പോൾ ഒരു കാട്ടൻ കോരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അകത്തൊന്നും പുറത്തൊന്നും വേണമെന്നുള്ളത് കുറേ ദിവസമായി വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നല്ല കാറ്റിന് നല്ലോണം ചപ്പടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ അത് എവിടെയെങ്കിലും വാരിക്കൊണ്ടിടണമെങ്കിൽ ഒരു കാട്ടൻ കോരി അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ നമ്മൾ ടോയ്ലറ്റെല്ലാം കഴുകുന്ന 2 ബ്രഷ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് പൊടികളിൽ ഇട്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഡബ്ബകൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവർക്കൊരു ബെൽറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് പിന്നെ മോൻ്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് വായിൽ കടിച്ചു പിടിച്ചിട്ടാണ്. അത് തിന്ന് തീർക്കാനുള്ള ക്ഷമ പോലും ഇല്ല. നമുക്ക് ചില സാധനങ്ങളെല്ലാം കാണുമ്പോൾ അതൊന്ന് കണ്ടു തീർക്കാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പം പിന്നെ ഒരു ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് വെക്കുന്ന ഒരു നല്ലൊരു ബൗള്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് നമുക്ക് സ്പൈസസ് അതുപോലെ പൗഡറെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടി പറ്റുന്ന കുറേ അറകളെല്ലാം ഉള്ളൊരു പാത്രമാണ്. അത് ഞാൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പം കുറച്ച് തുണികൾ കാണുന്നുണ്ട്, അത് നോക്കാം. അതുപോലെ പാത്രം പിടിക്കുന്ന സ്ക്രബ്ബർ, ഇത് നല്ല സ്ക്രബ്ബർ ഇട്ടാൽ നല്ല വലിപ്പമുണ്ട്, നല്ല ഉണ്ടത്. അപ്പോൾ ഇത് മക്കൾക്ക് കുറച്ച് കുപ്പായങ്ങൾ വാങ്ങിയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പാൻറ്റ് 3/4 ബനിയനും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എനിക്കുള്ള പാൻറ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കോന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാൻ ചോദിക്കുമ്പം എടുത്ത് തന്നതാണ്, നീക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊക്കെ ആവാൻ ചാൻസ് ഇല്ല, എൻ്റെ അത്ര ചെറുതല്ല. അത് മോക്കന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പം എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാതില്ല വിഷമം. എനിക്ക് മാത്രം ഒന്നും മേടിച്ചിട്ടില്ല എന്നുള്ള നിലയിൽ. അപ്പം വീട്ടിൽ നിന്നിടാൻ ഇതുപോലത്തെ നല്ല പാൻറ് ഉണ്ടെങ്കിൽ കുറച്ച് പാൻറ്റെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇതെല്ലാം അലക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കൊണ്ടക്കാം, ഇല്ലെങ്കിൽ അച്ചൂട്ടൻ നൈസായിട്ട് എടുത്തിട്ട് ഇടും. അപ്പോൾ ഇതെല്ലാമാണ് വാങ്ങിച്ച സാധനങ്ങൾ. ഇനി ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെത് 55 രൂപയാണ്. ഇത് അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ വരുന്നത് ഈ ഒരു തടുപ്പയാണ്. ഇതിന് 40 രൂപയാട്ടാ. തടുപ്പാന്നല്ലേ നിങ്ങൾ പറയൽ. പിന്നെ ഇത് സ്ക്രബ്ബറാണ്. ഇതിനും 40 രൂപയാണ്. 3 എണ്ണ നമുക്ക് നടുക്കെ പീസാക്കിയിട്ട് ഉപയോഗിക്കാം. കാട്ടൻ കോരീൻ്റെ വില 30 രൂപയാട്ടാ. പക്ഷെ നല്ല പ്ലാസ്റ്റിക് നല്ല ഉണ്ടത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ബോക്സിൻ്റെ വില 239 രൂപയാണ്. എന്നാലും നഷ്ടമില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം നല്ലതായിട്ടുണ്ട്. ഇതിന് 90 രൂപയാണ്. 6 ഡബ്ബയുണ്ട്. പിന്നെ അതിനകത്ത് സ്പൂണും ഉണ്ട് കേട്ടോ. ഈ ടോയ്ലറ്റ് ബ്രഷിന് 40 രൂപയാട്ടാ വരുന്നത്. അതുപോലെ ഇതിനും 50 രൂപ. അപ്പം അങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടില്ലേ. ഇനിയിപ്പോൾ ഇതെനക്കൊന്ന് പൊളിച്ച് കണ്ടിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഇതുപോലെയാണോ? എനിക്കെന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അത് അന്നേരം പൊളിച്ച് നോക്കണം, അത് അന്നേരം സെറ്റാക്കി വെക്കണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ അതിൻ്റെ പണിയെല്ലാം തീർത്ത് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ തുറന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്തായാലും നല്ലൊരു മഴവിൽ അഴക് അല്ലേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു കളറ്,
പ്രൈസ് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണെന്ന് വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് ഇടുക ഇതുപോലെ പിടിക്കാനുള്ളൊരു പിടിയുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ തിരിച്ചിട്ടാണ് തുറക്കേണ്ടത്. അപ്പോൾ അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ സൈഡിൽ നിന്ന് മുകളിലേക്ക് പൊക്കിയാൽ തുറന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇതിനകം വരുന്നത്. നല്ല ഇണ്ടിട്ടാൽ ഭയങ്കര ഇഷ്ടമായി. ഇതിൽ നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ പൗഡറെല്ലാം ഇട്ട് വെക്കാം. അപ്പോൾ ഇതിൽ എന്ത് ഇട്ട് വെക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഓൾറെഡി എനിക്ക് ഇതുപോലെയുള്ള പൊടികളെല്ലാം ഇട്ട് വെക്കുന്ന ചെറിയൊരു പാത്രം ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു 2 എണ്ണം. അപ്പോൾ അതിൽ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം നോക്കിയിട്ട് നമുക്ക് സെറ്റാക്കാം ഇതിലെന്ത് വെക്കണം എന്നുള്ളത്. മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടികളെല്ലാം ഇട്ട് വെക്കാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഒരു പാത്രം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഇതിൽ നമുക്കിപ്പം എന്തിട്ട് വെക്കണം എന്നാണ് ഞാനിങ്ങനെ പൊട്ടിക്കുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല ക്വാളിറ്റിയിലെ പ്ലാസ്റ്റിക്കാണ്, അത്ര മോശമില്ല ഒരു അല്ല, നല്ല അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്. അപ്പം ഇതിൽ ഞാൻ വിചാരിക്കുന്നത് സാമ്പാർ പൊടി, അതുപോലെ രസം പൗഡർ, പിന്നെ നമുക്ക് ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി അങ്ങനെയുള്ള പൗഡർ, പിന്നെ വെജിറ്റബിൾ മസാല അങ്ങനെ ഇതെല്ലാം അതൊക്കെ ഇട്ട് വെക്കാനാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. അപ്പം ഇതിനെല്ലാം ഇനി പേരെഴുതണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് എൻ്റെ അമ്മ വരുന്നതാണ്. അപ്പം എല്ലാത്തിനും ഞാൻ പേരെഴുതി ഒട്ടിച്ചില്ലെങ്കിൽ അമ്മക്ക് പൊടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് എല്ലാത്തിനും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പേരെഴുതണം. ഓരോ ഡബ്ബയിൽ എന്നാണ് ഇട്ട് വെക്കുന്നത് നോക്കിയിട്ട് എഴുതാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാ പൊടിയും അതിലിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിലുള്ള സാധനങ്ങളിലൊന്നും ഒതുക്കിയും വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഡെയിലി ഉപയോഗിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഏതാണ് സംഭവം എന്നുള്ളത്. അത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം എൻ്റെ അമ്മയെല്ലാം വരുമ്പം അത് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായിന്. ഞാൻ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിന് വൈകുന്നേരം. അപ്പം മക്കൾ വന്നിട്ട് കുളിക്കാൻ നേരം വെളിച്ചെണ്ണ കൊടുക്കാൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ താഴ്ന്നു വന്ന് അപ്പം കുളിക്കുമ്പോൾ വെളിച്ചെണ്ണ എടുത്തു കൊടുക്കേണ്ടതിന് പകരം സൺഫ്ലവർ ഓയിൽ എടുത്തു കൊടുത്തു. എന്ന് വെച്ചാൽ രണ്ടും ഞാൻ ഒരേ സ്ഥലത്തായി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരേപോലത്തെ ബോട്ടിലാണ്. എനിക്കിപ്പോൾ അറിയാം അതിൽ ഏതാ സൺഫ്ലവർ ഏതാണ് വെളിച്ചെണ്ണ എന്നുള്ളത്. പക്ഷേ അമ്മക്ക് മാറിപ്പോയി, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം ഞാൻ എല്ലാത്തിനും പേരെഴുതി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്. സൺഫ്ലവർ ഓയിലിന് അങ്ങനെ പേരെഴുതി പിന്നെ ഞാൻ ഒട്ടിച്ചു. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പം ഉപയോഗിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇഡലിക്കുള്ള കൂട്ട് അരച്ച് വെക്കാൻ വേണ്ടി പോവേനെ. നാളെ ഇഡലിയും സാമ്പാറുമാണ്. അപ്പം അതിൻ്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അരി അരച്ച് പിന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ ഇന്നത്തെ പണി കഴിഞ്ഞു, വേഗം പോയി കിടക്കാം. കുളിയെല്ലാം പിന്നെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ചൊറയില്ല. ചില ദിവസം ഞാൻ വൈകിട്ട് കുളിക്കുക. എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ പോകുമ്പോൾ കുളിക്കും. ഈ വേനൽക്കാലത്തെല്ലാം നല്ല ചൂടുണ്ടാകുന്ന ടൈമിലല്ലോ. മഴയിലാണെങ്കിൽ നേരത്തെ കുളിക്കും. പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചൂടുവെള്ളം വെക്കണം, ആ ഒരു ഇതുകൊണ്ട് കുളിക്കും. ചിലപ്പം മടിച്ച് നിൽക്കും. എന്നിട്ട് പിന്നെ രാത്രി കിടക്കാൻ നേരം പോയി കുളിക്കും. അങ്ങനെയല്ലാണ് എൻ്റെ കാര്യം. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഒപ്പം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് കിടക്കുക. എന്നാലേ രാവിലെ നമുക്ക് മക്കൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം തണുത്തിട്ടുണ്ടാവില്ല. അപ്പം അത് ഞാൻ തിളപ്പിച്ചത് ഇങ്ങോട്ടെടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് അരി അരക്കാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊപ്പം മറന്നു പോകും. അപ്പോൾ രാവിലെ എണീച്ചിട്ട് വെക്കുന്ന സമയത്ത് കൊണ്ടുപോകാൻ നമുക്ക് വെള്ളം തണിയില്ല, അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഓർത്തിട്ട് രാത്രി വെക്കും. അപ്പം പിന്നെ രാവിലെ നമുക്ക് കറക്റ്റ് ഒരു ഇളം ചൂടോടെ അവർക്ക് കൊണ്ടുപോകാനും പറ്റും. അപ്പം അങ്ങനെ. അപ്പോൾ ഇനി അരി അരക്കട്ടെ. ഇവിടെ ഇപ്പോൾ നല്ല മഴയാട്ടോ പുറത്ത്. അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി തൈയും കാര്യങ്ങളെല്ലാം നട്ടിട്ടുണ്ടായിന്. അതെല്ലാം മിക്കവാറും ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അരിയെല്ലാം ഇതാ അരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്കിപ്പം റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം. ഞാൻ എപ്പോഴും അരി അരച്ചാൽ ഇഡലിക്കും ദോശക്കായാലും ഇതുപോലെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് അടച്ചു വെക്കും. രാവിലെ ആകുമ്പോൾ നന്നായിട്ട് പൊന്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കൂട്ടുന്ന ഉഴുന്നും ഇതെല്ലാം അപേക്ഷിച്ചിരിക്കും കൂട്ട് പൊന്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇനി മിക്സിയും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക. നമ്മളിപ്പം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പണി നീറ്റായിട്ട് ചെയ്യുക. അതായത് ഇപ്പം മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് തുടച്ച് വെക്കുക. ഇല്ലെങ്കിൽ പിന്നെ അതിൽ ഡെയിലി ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ മാവും കാര്യങ്ങളെല്ലാം വീണിട്ട് മിക്സി കാണാൻ തന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം ഞാനിപ്പോൾ അത് തുടച്ച് വെക്കും. അതുപോലെ തട്ടും തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പണി കഴിഞ്ഞു. നമ്മൾ അടുക്കളയിൽ എപ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ട് തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ പണിയെടുക്കാനായാലും ഭയങ്കര ഒരു എനർജിയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ മടി വരും. ഓരോ സ്ഥലത്ത് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇഷ്ടക്കേടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇനി പാത്രങ്ങൾ എല്ലാം കഴുകി വെക്കണം. അരി അരച്ചതും എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണി തീർന്നു.
ഇപ്പോൾ സമയം 10:45 ഞാനിന്ന് ഒരുപാട് വൈതു. അതിനിടയ്ക്ക് നമ്മളെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒതുക്കാനും പിടിക്കാനെല്ലാം നിന്നതുകൊണ്ട് വൈതതാണ്. അപ്പോൾ നിനക്ക് ഒരു സാധനം കൊണ്ടുവന്നാൽ അത് അന്നേരം തന്നെ സെറ്റാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. മോൻ കുറേ നേരം വന്നിട്ട് അമ്മയെ വാ കിടക്കാന്ന് പറഞ്ഞുകൊണ്ടിരുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്ന് സെറ്റാക്കിയിട്ട് വരാം, മോൻ കിടന്നോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഉറങ്ങിയെന്ന് തോന്നുന്നു, ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഞാൻ ജഗ്ഗിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. ചില്ലുള്ളതാകുമ്പം രാത്രി ഉറക്കത്തിൽ എണീച്ച് വരുമ്പോൾ ചിലപ്പോൾ കൈമന്നാമറ്റം വീണ് പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇത് ആൾ ഉറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ കിടക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കും. അപ്പോൾ ഞാൻ വരുന്നില്ല പ്രതീക്ഷയിൽ ലൈറ്റ് വിട്ട് കിടന്നതാണ്. അവിടെ ഉറങ്ങി, മോളപ്പുറം ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.